Hi viewers, welcome back to another video of Hirshida's Portfolio. പലരുടെയും ശരീരത്തിൽ നീര് കാണപ്പെടാറുണ്ട് അല്ലേ? ശരീരത്തിൽ ഇത്തരം നീര് രൂപപ്പെടുന്നത് എങ്ങനെ, അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ടും കൈകാലുകൾ, അതുപോലെ തന്നെ കാൽപാദം, കണങ്കാൽ ഈ ഭാഗങ്ങളിലാണ് കൂടുതലായിട്ടും നീര് കാണപ്പെടുന്നത്. ശരീരത്തിലെ കോശങ്ങളിലെ ജലാംശം കൂടുന്നതാണ് ഇത്തരത്തിൽ നീരായിട്ട് രൂപപ്പെടുന്നത്. അപ്പോൾ ഇതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം, നമ്മൾ ഒരു യാത്രയൊക്കെ ചെയ്തു കഴിഞ്ഞു വന്നാൽ എല്ലാവരുടെയും തന്നെ കാലിൽ നീര് രൂപപ്പെടുന്നത് സർവ്വസാധാരണമാണ് അല്ലേ? അപ്പം കാലുകൾ കൂടുതൽ സമയം ഇത്തരത്തിൽ തൂക്കിയിട്ടിരിക്കുന്നത് കാലിൽ നീര് വെക്കാനായിട്ട് കാരണമാവുന്നുണ്ട്. ഉപ്പ് ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്ന ഭക്ഷണം കഴിക്കുന്നത് ശരീരത്തിൽ ഇത്തരത്തിൽ നീര് രൂപപ്പെടാനായിട്ട് കാരണമാകുന്നുണ്ട്. ചില സ്ത്രീകൾക്ക് പീരിയഡ്സിന് മുന്നോടിയായിട്ട് പ്രീമെൻസ്ട്രൽ സിംറ്റംസിൻ്റെ ഭാഗമായിട്ട് നീര് രൂപപ്പെടാറുണ്ട്. ഗർഭകാലം അഥവാ പ്രഗ്നൻസിയിൽ ഇത്തരത്തിൽ നീര് രൂപപ്പെട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെ ധാരാളം എണ്ണയും ഉപ്പും അടങ്ങി പ്രോസസ്സ് ചെയ്തിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുന്നത് ശരീരത്തിൽ നീര് രൂപപ്പെടാനായിട്ട് കാരണമാവുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ BP-ക്ക് രക്തസമ്മർദ്ദത്തിനുള്ള ചില മരുന്നുകൾ, ചില സ്റ്റിറോയിഡ് ഗുളികകൾ, ചില ഹോർമോൺ ഗുളികകളുടെയൊക്കെ ഇഫക്റ്റ് കാരണം ശരീരത്തിൽ ഇത്തരത്തിൽ നീര് രൂപപ്പെടാനായിട്ട് കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ ശരീരത്തിൽ ജലാംശത്തിൻ്റെ അളവ് കുറയുന്നത് ഇത്തരത്തിൽ നീര് രൂപപ്പെടാനുള്ള ഒരു പ്രധാന കാരണമാണ്. വൈറ്റമിൻ B6ൻ്റെ കുറവ് സംഭവിക്കുന്നത്, അതുപോലെ തന്നെ മഗ്നീഷ്യം, പൊട്ടാസ്യം പോലെയുള്ള ചില ലവണങ്ങൾ ശരീരത്തിൽ കുറയുന്നതൊക്കെ തന്നെ ശരീരത്തിൽ നീര് രൂപപ്പെടാനായിട്ട് കാരണമാകുന്നുണ്ട്. അമിതമായിട്ട് മധുരം കഴിക്കുന്ന ആളുകളിൽ അവരുടെ കരൾ, വൃക്ക പോലെയുള്ള ആന്തരിക അവയവങ്ങൾ അതിൻ്റെ പ്രവർത്തനത്തെ ഇത് ബാധിച്ച് അതിനുശേഷം പിന്നീട് ശരീരത്തിൽ ഇത്തരത്തിലുള്ള നീര് രൂപപ്പെടാനായിട്ട് കാരണമാകുന്നുണ്ട്. ഇപ്പം കരൾ, വൃക്ക പോലെയുള്ള അവയവങ്ങളുടെ പ്രവർത്തനത്തിലുണ്ടാകുന്ന തകരാറുകൾ മൂലവും ഇത്തരത്തിൽ നീര് രൂപപ്പെട്ട് കാണാറുണ്ട്. പിന്നെ ഈ നീര് കുറയ്ക്കാനുള്ള പോംവഴികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത്തരത്തിൽ നീര് രൂപപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആന്തരിക അവയവങ്ങൾക്കൊന്നും അതിൻ്റെ പ്രവർത്തനങ്ങൾക്കൊന്നും യാതൊരു തരത്തിലുള്ള തകരാറുകളും ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം നമുക്ക് ഈ നീർക്കെട്ട് കളയാനുള്ള ചെറിയ പോംവഴികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ലൈറ്റ് ആയിട്ടുള്ള എക്സസൈസുകൾ, സ്ട്രെയിൻ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ളതോ അല്ല, മൈൽഡ് ആയിട്ടുള്ള വ്യായാമങ്ങൾ, വളരെ ലഘുവായിട്ടുള്ള വ്യായാമങ്ങൾ ചെയ്യുന്നത് നീര് കുറയ്ക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നീര് വെച്ച ഭാഗം പൊക്കി വെക്കുന്നത് നീര് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ധാരാളം വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഉപ്പ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കുറയ്ക്കുക. ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നത് കുറയ്ക്കുക. പിന്നെ ചെമ്പരത്തി പൂവിട്ട് തിളപ്പിച്ചിട്ട് വെള്ളം കുടിക്കുന്നതും നീര് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.